എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഗോക്കു അവനാണെങ്കിൽ ആ ജെൽമാൻ മോൺസ്റ്ററിനെ അങ്ങനെ അറഞ്ചം പുറഞ്ഞ് തല്ലി അവനെ ഫ്രീസാക്കി മൊത്തത്തിൽ തകർത്തില്ലാതാക്കും. ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, നമ്മുടെ വലിയൊരു എനിമി കോട്ടായിരിക്കുകയാണ്. ഇനി ആ ചീഫിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഗോക്കു അങ്ങനെ എടുത്തു ചാടി ചുമരില് ആ മുകളിലെ ചുമര് തകർത്ത് അങ്ങനെ ഹായ് ആയിട്ട് മുകളിലേക്ക് വരികയാണ്. ആ ചീഫ് ആണെങ്കിൽ ഗോക്കുവിനെ കണ്ട് ഞെട്ടും. ഓ നോ, ഞാൻ കരുതിയത് പോലെയല്ല, നീ ഒരു അമാനുഷിക മനുഷ്യനാണ്, നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില പവറുകളുണ്ട്, തീർച്ചയായിട്ടും നീ എനിക്ക് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. ആണെങ്കിൽ അവനോട് ഒരല്പനേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവന്റെ സ്റ്റിക്കർ താഴേക്ക് ഇട്ട് കൊടുക്കും. അതിൽ പിടിച്ച റോബോട്ടിനെ ഗോക്കു ഈസി ആയിട്ട് മുകളിലേക്ക് കയറ്റും. അവനാണെങ്കിൽ ആ ഗ്യാപ്പിൽ ഗോക്കുവിനെ ഷൂട്ട് ചെയ്യും, പക്ഷെ അവന്റെ ബോഡിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാവില്ല. റോബോട്ട് മുകളിൽ എത്തിയതിനു ശേഷം ഗോക്കു ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് പറയും, ഞാൻ മാന്യമായിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്, മര്യാദയ്ക്ക് ആ ഗ്രാമമുഖ്യനെ അദ്ദേഹത്തെ തുറന്നു വിടണം, അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്നെ തല്ലി സൂപ്പാക്കും. ഉടനെ ആ ചീഫ് ആണെങ്കിൽ അവന്റെ ഷർട്ടൊക്കെ അഴിക്കും. നീ ഒരു ചെറിയ പയ്യനാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ശ്രമിച്ചത്, എന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല, നിനക്ക് ഞാൻ തന്നെ ഒരു പാഠം പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് അവ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. അത് കേട്ട് ഗോക്കുവും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. റോബോട്ട് ആണെങ്കിൽ ഓടി വന്ന് ഇപ്പോ ആ ചീഫിനോട് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യരുത്, ആ ഗ്രാമമുഖ്യനെ അദ്ദേഹത്തെ വിട്ടുകൊടുക്കണം, നിങ്ങൾ ചെയ്യുന്നത് തീർത്തും ബാഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് കേട്ട് കൺട്രോൾ പോയ ആ ഒരു ചീഫ് അവനവന്റെ ഡ്രസ്സ് എടുത്ത് റോബോട്ടിന്റെ നേർക്ക് വലിച്ചെറിയാണ്. റോബോട്ട് ആണെങ്കിൽ അതിൽ പെട്ടുപോയി തെറിച്ചുപോയി അടിച്ചു വീഴും. ഗോക്കു ആണെങ്കിൽ ഓടി വന്ന് അവൻ ഉയർത്തിയെടുക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അവനാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയും. ഗോക്കു ചാടി വന്ന് ഇപ്പൊ ഓഫീസറിന്റെ കാലിൽ ആഞ്ഞ് ചവിട്ടാണ്. അവൻ വേദന കൊണ്ട് പൊളയും. അതിനുശേഷം ഗോക്കുവിനെ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ ഗോക്കുവിന്റെ ബോഡിയിൽ പഞ്ച് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ചിരിക്കും, നീ അല്പം കൂടെ എക്സസൈസ് ചെയ്യണം, നിന്റെ ബോഡി ഒട്ടും എന്ന് പറഞ്ഞ് അവനെ പഞ്ച് ചെയ്യും. അവൻ തെറിച്ചു പോയി ഫ്ലോറിൽ ഇടിച്ച് താഴേക്ക് വീഴുകയാണ്. അവനാണെങ്കിൽ ഗോക്കുവിനെ മൊത്തത്തിലൊന്ന് നോക്കും. ഇവൻ ഞാൻ കരുതുന്ന പോലെയല്ല, തീർച്ചയായിട്ടും ഇവന്റെ ബോഡിയിൽ ഒരു വീക്ക് പോയിന്റ് കാണും, അതിൽ പിടിച്ചാൽ മാത്രമേ ഇവനെ എനിക്ക് ഏൽപ്പിക്കാൻ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ ഗോക്കുവിന്റെ വാൽ കയറി പിടിക്കും. വാലിൽ പിടിക്കേണ്ട താമസം ഗോക്കു അവൻ കംപ്ലീറ്റ് പവർ പോയി നടന്ന് വീഴുകയാണ്. ആ ഓഫീസറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഗോക്കുയെ തൂക്കി എടുക്കുകയാണ്. റോബോട്ടാണെങ്കിൽ ഗോക്കുവിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അതിന് ആ ഓഫീസർ ഇപ്പോൾ റോബോട്ടിനോട് ദേഷ്യപ്പെടും. ആ ഓഫീസർ ആണെങ്കിൽ ഗോക്കുവിന്റെ വാല് പിടിച്ച് വലിച്ച് അതങ്ങനെ കറക്കി കറക്കി അവന് വലിച്ചെറിയാണ്. ഗോക്കു ആ ചുമരിൽ പോയി ഇടിച്ച് തറയിൽ അടിച്ചു വീഴും. റോബോട്ടാണെങ്കിൽ അത് കണ്ട് ടെൻസ്ഡ് ആവും. ഗോക്കു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിന് ഗോക്കു പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി റിയൽ ഫൈറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഓഫീസറിന്റെ അടുത്തേക്ക് വരികയാണ്. ഓഫീസറിനാണെങ്കിൽ ആളുടെ പേടി കൂടി വരും. കാരണം ആൾ എന്തൊക്കെ ചെയ്തിട്ടും ഗോക്കുവിനെ തകർക്കാൻ കഴിയുന്നില്ല. ഗോക്കു അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ബോഡിയിൽ അച്ചറം പൊച്ചറം പഞ്ച് ചെയ്യും. നല്ല രീതിയിൽ പഞ്ച് കെട്ടി ആ ഓഫീസർ ആണെങ്കിൽ അങ്ങനെ അടിച്ച് താഴെ വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ അവനെ കൊല്ലാനായിട്ട് തുടങ്ങും. അത് കണ്ട റോബോട്ട് അവനെ തടയും. ഗോക്കു ആണെങ്കിൽ വണ്ടടിച്ച്, നീ എന്തായി ചെയ്യണേ? അവനെ കൊന്നിട്ടില്ല എങ്കിൽ അവൻ സാധാരണക്കാരായ ജനങ്ങളെ ഇനിയും ദ്രോഹിക്കും, അങ്ങനെ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അതിനാ റോബോട്ട് പറയും, ഓൾറെഡി നീ അദ്ദേഹത്തിന് ഒരുപാട് പണിഷ്മെന്റ് കൊടുത്തു, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഗ്രാമമുഖ്യനെ രക്ഷപ്പെടുത്തി ഇവിടുന്ന് കടന്നു പോവാം. അത് കേൾക്കുമ്പോൾ ഗോക്കുവിനും അതാണ് ശരിയെന്ന് തോന്നുന്നു. നീ പറഞ്ഞതും കറക്റ്റാണ്, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് അദ്ദേഹമായിട്ട് പുറത്തു പോവാന്ന് പറയും. ആ സമയം ഓഫീസറാണെങ്കിൽ നിരങ്ങി നൈസായിട്ട് അവന്റെ ഗണ്ണ് അത് കയ്യിലെടുക്കും. അതിനുശേഷം അവൻ എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തി, ഓക്കെ ഞാൻ തോൽവി സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമമുഖ്യനെ തുറന്നുവിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവരുമായിട്ട് കടന്നു പോകും. അവന്റെ മനസ്സിലാണെങ്കിൽ അവൻ കാര്യമായിട്ട് ചില പദ്ധതികൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രാമമുഖ്യൻ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കാതു കൂർപ്പിക്കുന്ന അതേ സമയം തന്നെ ആള് ആ ഡോർ ഓപ്പൺ ചെയ്ത് വിടും. ഓഫീസറാണെങ്കിൽ ഇപ്പൊ ഗ്രാമമുഖ്യനോട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും. ഗ്രാമമുഖ്യനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആളാണെങ്കിൽ ഗോക്കുവിനെ കണ്ട്, നീയാണോ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയെന്ന് ചോദിക്കും. അതിന് ഗോക്കു പറയും, അതെ, ഞാനും എന്റെ ഫ്രണ്ട് ഈ റോബോട്ടും ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ ഈ വില്ലേജിന് വേണ്ടി രക്ഷപ്പെടുത്തുന്നത്. അത് കേട്ട് ആൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. 5 മിനിറ്റ് എന്റെ കുറച്ച് സാധനങ്ങൾ അതിലേക്ക് എടുക്കാനുണ്ട്, അതെടുത്ത് എത്രയും വേഗം ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞ് സന്തോഷം അറിയിച്ച് ആ മുഖ്യനാണെങ്കിൽ അകത്തേക്ക് പോകും. അല്പസമയം കഴിഞ്ഞ് ആള് പുറത്തേക്ക് വരേണ്ട താമസം ആ ഒരു ഓഫീസറാണെങ്കിൽ ഗണ്ണെടുത്ത് ഇപ്പൊ ആളുടെ തലയ്ക്ക് മേളിൽ പോയിന്റ് ചെയ്ത് ആളെ എങ്ങനെ ചുരുട്ടി പിടിക്കും. മര്യാദയ്ക്ക് മാറി നിന്നോ, അല്ലെങ്കിൽ ഇയാളെ ഞാൻ കൊല്ലും, നിങ്ങൾക്കാർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും, അതിനോടൊപ്പം ഇയാളെ ഞാൻ ഇല്ലാതാക്കും. ഗോക്കുവിനാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ പതിയെ ആളുടെ അടുത്തേക്ക് നടക്കും. അതിനവൻ നിലവിളിച്ചു പറയും, നിനക്ക് തോക്കെന്താണോ മരണം എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല, നീ ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ടേക്ക് എടുത്തു വെച്ച അടുത്ത നിമിഷം ഞാൻ ഇയാളെ കൊന്നു തള്ളു. ആ എൽഡർ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് പറയും, നീ എന്നെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം ഇവനെ കൊന്നുകള, ഈ ഗ്രാമത്തിലുള്ളവർ രക്ഷപ്പെടണമെങ്കിൽ ഇവൻ മരിക്കണം,
ഞാൻ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, എന്നെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഇല്ല, എനിക്കിവനെ പേടിയില്ലാന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുവാണ്. ആ സീനിയർ ഓഫീസർ പറയും, നിനക്കെന്താ ബുദ്ധിയില്ലേ, ഞാൻ ഇയാളെ തീർച്ചയായിട്ടും കൊന്നുകളയും. അതിന് ഗോക്കു പറയും, അദ്ദേഹത്തിന് നിന്നെ പേടിയില്ല, അതുപോലെ തന്നെ എനിക്കും നിന്നെ ഒട്ടും പേടിയില്ല. അത് കേട്ട ആ റോബോട്ട് അവനാണെങ്കിൽ അവിടേക്ക് വന്ന് ആ ചീഫിനോട് അദ്ദേഹത്തെ കൊല്ലരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അത് കേട്ട ഓഫീസറാണെങ്കിൽ ഒരു ഡിമാൻഡ് വെക്കും, ഓക്കെ ഞാൻ ഇദ്ദേഹത്തെ കൊല്ലുന്നില്ല, പക്ഷെ അതിനു പകരം നീ ഒരേ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം, എൻ്റെ ടീമിൽ നീ ചേരണം, അതിനോടനുബന്ധിച്ച് തന്നെ നീ ആ ഗോക്കുവിനെ അവനെ കൊല്ലണം. അത് കേട്ട് ആ റോബോട്ട് ഞെട്ടും, അയ്യോ ഇല്ല ഇല്ല, എന്നെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് ഓഫീസർ പറയും, നീ അവനെ കൊന്നിട്ടില്ല എങ്കിൽ ഇയാളെ ഞാൻ തീർച്ചയായിട്ടും കൊന്നുകളയും, ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഇയാള്, അതാരാവണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ റോബോട്ട് ആണെങ്കിൽ ഇപ്പൊ നിലത്ത് വീണ് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അത് കണ്ട് കൺട്രോൾ പോയ ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിർത്തിടാ, നീ നിനക്ക് ആവശ്യം എന്നെ ഇല്ലാതാക്കുക എന്നതല്ലേ, നിനക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാം, അതിനുശേഷം നീ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയും. അതിന് ആ ഓഫീസർ ഓക്കെ പറഞ്ഞ് ഗോക്കുവിനോട് അവനോട് ടേൺ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതനുസരിച്ച് ഗോക്കുവും ടേൺ ചെയ്യും. അടുത്ത നിമിഷം അവൻ ഗോക്കുവെ ഷൂട്ട് ചെയ്യാണ്. ഗോക്കു ഉച്ചത്തിൽ നിലവിളിച്ച് അങ്ങനെ കറങ്ങി അടിച്ച് വീഴും. റോബോട്ട് ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും, ഗോക്കു നിനക്ക് എന്തു പറ്റിയും ചോദിച്ച് അവൻ ഓടി വരികയാണ്. അത് കണ്ട ആ ഒരു സീനിയർ ഓഫീസർ അവൻ ആ എൽഡറിനെ തള്ളിവിട്ട് ഇപ്പോൾ ആ റോബോട്ടിനെ ഷൂട്ട് ചെയ്യാണ്. കൺട്രോൾ പോയ റോബോട്ട് അവൻ ദേഷ്യപ്പെട്ടു പറയും, ഇനി ഒരിക്കലും ആരെ ഹേർട്ട് ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല, എന്റെ തെറ്റെനിക്ക് മനസ്സിലായി, അത് ഞാൻ ഗോക്കുവിന് വേണ്ടി തിരുത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് കൈ ചുരുട്ടി ആ ഓഫീസറിനെ ആഞ്ഞൊരുട്ടി. അവനെ ചുമര് തകർത്ത് തെറിച്ചുപോയി ദൂരെ എവിടെയോ ചെന്ന് വീഴും. ഇവിടെ ആ എൽഡർ ആണെങ്കിൽ ഓടി വന്ന് ഗോക്കുവിനെ എടുത്ത് മടിയിൽ കിടത്തും. അതിനുശേഷം ആ റോബോട്ട് അവൻ ഗോക്കുവിൻ്റെ അടുത്തേക്ക് വന്ന്, ഗോക്കു കണ്ണു തുറക്ക്, ഇത് ഞാനാണ്, ആ ഓഫീസറിനെ ഞാൻ അടിച്ചു തുരത്തിയെന്ന് പറയും. ഗോക്കു പതിയെ കണ്ണു തുറക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊരല്പം ടയർഡാണെന്ന് പറയും. അത് കേട്ട് അവർക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. ഗോക്കു ആണെങ്കിൽ വീണ്ടും കണ്ണുകൾ അടച്ചുറങ്ങും. അല്പസമയം കഴിഞ്ഞ് ഗോക്കു കണ്ണു തുറന്ന് റോബോട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കും. അതിനവൻ പറയും, ഞാൻ ഒരു റോബോട്ടാണ്, എൻ്റെ ബോഡി മെറ്റലാണ്, എനിക്ക് ബുള്ളറ്റ്സ് ഏറ്റാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോക്കുവിനെ എടുത്ത് ഇപ്പൊ താഴേക്ക് ഇറങ്ങുകയാണ്. അവർ ആ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വരും. അതിനുശേഷം ഗോക്കുവിനെയും ആ അപ്പാപ്പനെയും ദൂരേക്ക് മാറ്റി നിർത്തി ഇപ്പോൾ അവൻ ആ ബിൽഡിങ് ഇടിച്ച് തകർക്കുകയാണ്. ആ ബിൽഡിംഗ് ആണെങ്കിൽ പാതി തകർന്ന് മുഴുവനായിട്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സ്നോ പെണ്ണും അവളുടെ ഫാമിലിയും അവരാണെങ്കിൽ ഗോക്കുവിനും ടീമിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സ്നോ പെണ്ണാണെങ്കിൽ ജനലിലൂടെ ദൂരേക്ക് നോക്കും. ഗോക്കുവിനെയും ആ എൽഡറിനെയും റോബോട്ടിനെയും അവൾ കാണും. അവൾ സന്തോഷത്താൽ തുള്ളിച്ചാടും. അതിനുശേഷം ആ കാഴ്ച അവളുടെ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. അവരും ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആ ഒരു കാഴ്ച കണ്ട് ഒരുപാട് സന്തോഷിക്കും. ഇവിടെ ആ റോബോട്ട് ആണെങ്കിൽ അവനോട് നിനക്ക് തണുക്കുന്നുണ്ടോ ചോദിക്കും. അതിന് ഗോക്കു ആണെങ്കിൽ ക്ഷീണിതനായി അവനോട് മറുപടി പറയും, ഞാൻ ആകെ ടയേർഡാണ്, ഇപ്പം മരിക്കും. അത് കേട്ട് ഒരു സെക്കൻഡ് ആ എൽഡറും റോബോട്ടും അവർ രണ്ടുപേരും ഞെട്ടും. അടുത്ത നിമിഷം ഗോക്കു ചിരിച്ചുകൊണ്ട്, എനിക്ക് ഒരുപാട് ആഹാരം വേണം, അപ്പം ഞാൻ ഓക്കെ ആവുമെന്ന് പറയും. അത് കേട്ട് അവർ രണ്ടുപേരും ചിരിക്കുകയാണ്. ഇവിടെ സ്നോയും അവളുടെ ഫാമിലിയും അവരെല്ലാവരും നമ്മുടെ ആൾക്കാരെ നോക്കി കൈവീശി കാണിക്കും. ആ എൽഡർ ആണെങ്കിൽ ഇത് ഞാനാണ്, ഇവരെന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് കൈയൊക്കെ വീശി കാണിക്കും. സ്നോ ആണെങ്കിൽ അവളുടെ പാരൻസിനോട് പറയും, ഗോക്കു അവൻ എൽഡറിനെ രക്ഷിച്ചു, പക്ഷെ കൂടെയുള്ള റോബോട്ട് അതാരാണെന്ന് മനസ്സിലാവുന്നില്ല, ഗോക്കുവിനെ അവർക്കിടയിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ മുഴുവനായിട്ട് നോക്കും. അപ്പോഴായിരിക്കും ആ കോട്ടിൽ നിന്ന് ഗോക്കു പുറത്തേക്ക് ചാടി വരിക. ഗോക്കുവിനെ കാണേണ്ട താമസം സ്നോയ്ക്കും അവളുടെ ഫാമിലിക്കും ഒരുപാട് സന്തോഷം. സ്നോയെ കണ്ട് ഗോക്കുവിനും. ഗോക്കു ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ ഒരു പലഹാരം അതിനെ ലക്ഷ്യമാക്കി ഓടിച്ചാടി വരും. അവൾ ക്ലോസ് എത്തേണ്ട താമസം അവൻ ആ ഒരു പ്ലേറ്റിലേക്ക് ചാടി വീണ് ആ പലഹാരങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്ത് കഴിക്കുകയാണ്. ഇത് ശരിക്കും ടേസ്റ്റി ആണെന്ന് പറഞ്ഞ് അവൻ ആർത്തിയോടുകൂടെ അത് വാരി തിന്നും. ചുറ്റുമുള്ളവരെല്ലാവരും അത് കണ്ട് ചിരിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.